Hi all, welcome to Shadow Broadcasting Free Path IAS. I'm Rindo Raj. So let's continue with Indian polity syllabus. Yeah. So next point under our syllabus is functions and responsibilities of the union and the states. Which means നമ്മുടെ എസെൻഷ്യലി എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണെന്ന് പറഞ്ഞു. വിച്ച് മീൻസ് നമുക്കൊരു കേന്ദ്രമുണ്ടെന്നും ഒരു സംസ്ഥാനമുണ്ടെന്നും അവർ തമ്മിൽ വ്യക്തമായിട്ടുള്ള ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ടെന്നും നമ്മൾ പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് കേന്ദ്രത്തിൻ്റെ അധികാരപരിധി എന്നും എന്താണ് സംസ്ഥാനങ്ങളുടെ അധികാരപരിധി എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് പെർട്ടനിങ് ടു ദി ഫെഡറൽ സ്ട്രക്ചർ. വിച്ച് മീൻസ് നമുക്ക് രണ്ട് ലെവൽ സർക്കാർ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചേക്കാം, ഇഷ്യൂസ് ഉണ്ടായേക്കാം, ഡിസ്പ്യൂട്ട്സ് ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ പല സംസ്ഥാന ഗവർണർമാരെയും, പല എന്നല്ല എല്ലാ സംസ്ഥാന ഗവർണർമാരെയും അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? കേന്ദ്രമാണ്, രാഷ്ട്രപതിയാണ്. എന്നാൽ ഈ ഗവർണർമാർ വർക്ക് ചെയ്യുന്നവിടെയാണ്, സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ തലവനായിട്ടാണ്. അപ്പോൾ എന്ത് സംഭവിച്ചേക്കാം, ആ ഗവർണർ എന്ന ഓഫീസ് വഴി കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചേക്കാം. അത് പലപ്പോഴും ഇഷ്യൂസ് ആവാറുണ്ട്. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിലും പ്രധാനമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അല്ല മറ്റ് സംസ്ഥാനങ്ങൾ ഗവൺമെൻറ് ഫോം ചെയ്യുന്നെങ്കിൽ പലപ്പോഴും ഇന്ന് ഉണ്ടാകാറുണ്ട്, ഗവർണറുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഫോർ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് പെർട്ടനിങ് ടു ഫെഡറൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇഷ്യൂവിലേക്ക് കാരണമായ ഭരണഘടനാ പ്രൊവിഷൻ എന്താണെന്നും ഏതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് ഇഷ്യൂവിലേക്ക് പോയതെന്നും ആ ഇഷ്യൂ എങ്ങനെ ഭരണഘടനാപരമായിട്ട് പരിഹരിക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫിനാൻസസ് അപ് ടു ലോക്കൽ ലെവൽസ്. വിച്ച് മീൻസ് നമ്മുടെ പഞ്ചായത്ത് സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾ, വിച്ച് വി കോൾ ഇറ്റ് ആസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. സോ അത്തരം ഗവൺമെൻറ് സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ദെൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗൻസ്. ഹാവ് യു ഹേർഡ് ദി ടേം സെപ്പറേഷൻ ഓഫ് പവേഴ്സ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തിൽ ഓർ ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എന്തുണ്ട്, 3 വിഭാഗങ്ങളുണ്ട് ഓർ 3 ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒപ്യൂനോ, ലെജിസ്ലേച്ചർ, ദെൻ എക്സിക്യൂട്ടീവ്, ദെൻ ജുഡീഷ്യറി. ഇതാണ് സർക്കാരിൻ്റെ വേരിയസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കാം സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗൻസ്? ഈ 3 പേർ തമ്മിൽ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് വേറെ വേറെയാണ്, പവേഴ്സ് വേറെ വേറെയാണ്, ഓർ ഫങ്ഷൻസ് എന്താണ്, സെപ്പറേറ്റഡ് ആണ്. ഹൗ? വാട്ട്സ് ദ ഡ്യൂട്ടി ഓഫ് ലെജിസ്ലേച്ചർ? ലോ മേക്കിംഗ് ആണ്, നിയമനിർമ്മാണമാണ് ആരുടെ ഡ്യൂട്ടി? ലെജിസ്ലേച്ചറിൻ്റേത്. അതായത് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ആയിക്കോട്ടെ, സംസ്ഥാന ലെജിസ്ലേച്ചേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ ഡ്യൂട്ടി എന്താണ്? ലോ മേക്കിംഗ് ആണ്, നിയമനിർമ്മാണമാണ്. അതാണ് അവരുടെ ഡ്യൂട്ടി. ഹൂ ഈസ് എക്സിക്യൂട്ടീവ്? ഹൂ ഈസ് എക്സിക്യൂട്ടിംഗ് ഓർ ഇംപ്ലിമെൻറ്റിംഗ് ദി ലോസ്? ലെജിസ്ലേച്ചേഴ്സ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ്സ് ആണ്. ദെൻ വാട്ട് ഈസ് ജുഡീഷ്യറി? ഇഷ്യൂസ് വരികയാണെങ്കിൽ, കേസുകൾ വരികയാണെങ്കിൽ, പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്ന ആരാണ്? ജുഡീഷ്യറിയാണ്. സോ സർക്കാരിൻ്റെ ഓരോരോ വിഭാഗങ്ങളായ ഓരോരോ ഓർഗൻസ് ആയ ബീറ്റ് ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ഇവർ തമ്മിൽ അധികാരങ്ങൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ എല്ലാ ഡ്യൂട്ടിയും ആര് ചെയ്യുന്നില്ല, ഒരു സ്ഥാപനം തന്നെ ചെയ്യുന്നില്ല. ലോ മേക്കിംഗ് ലെജിസ്ലേച്ചർ ചെയ്യുന്നു, നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ് ചെയ്യുന്നു, അഡ്ജുഡിക്കേഷൻ ഡിസ്പ്യൂട്ട്സ് അത് കേസ് സെറ്റിൽ ചെയ്യുന്ന ആരാണ്? കോടതികളാണ്. ദിസ് ഐഡിയ ഈസ് വാട്ട് മീൻ ബൈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ദെൻ കംസ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പേരിൽ തന്നെ എല്ലാം ഉണ്ട്. എന്താണ് ഡിസ്പ്യൂട്ട്? ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ. റിഡ്രസൽ പരിഹരിക്കുന്ന മെക്കാനിസം, സംവിധാനം. ഒരു പ്രശ്നം പരിഹരിക്കുന്ന സംവിധാനം നമുക്കുണ്ട്. എന്താണ്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ എന്താണ്? പ്രശ്നം പരിഹരിക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെ കീഴ്ക്കോടതികളായിക്കോട്ടെ, വിച്ച് വി കോൾ ഇറ്റ് ആസ് സബോർഡിനേറ്റ് കോർട്സ്, അതും എന്താണ്? ഒരു പ്രശ്നം പരിഹരിക്കുന്ന മെക്കാനിസമാണ്. ഇങ്ങനെ ജുഡീഷ്യറി മാത്രമല്ലാതെ പല പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പല പല സംവിധാനങ്ങൾ എന്തുണ്ട്, നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനകത്തുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം വിത്ത് ദാറ്റ് ഓഫ് അതർ കൺട്രീസ്. വിച്ച് മീൻസ് നമ്മൾ പല പ്രൊവിഷൻസും ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങൾ അമേരിക്കയിൽ എങ്ങനെയാണെന്നോ ജപ്പാനിൽ എങ്ങനെയാണെന്നോ
ബ്രിട്ടനിൽ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും. കാരണം പല കോണ്ടെക്സ്റ്റിലും പലപ്പോഴും നമുക്ക് ഒരുപക്ഷെ അത് നല്ലതാണെന്ന് തോന്നിയേക്കാം, നമ്മുടെ നല്ലതാണെന്ന് തോന്നിയേക്കാം, അത് മോശമാണെന്ന് തോന്നിയേക്കാം. ആ ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് UPSC പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പറയാം. There was a question regarding Indian secularism. What can France learn from Indian Constitution's approach of secularism? ചോദ്യം എന്താണ്, ഫ്രാൻസിന് ഇന്ത്യൻ സെക്യുലറിസത്തിൽ നിന്ന് എന്ത് കണ്ടു പഠിക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, എന്താണ് ഫ്രാൻസിലെ സെക്യുലറിസം എന്നും ഇന്ത്യയുടെ അറിഞ്ഞിരിക്കണം, എന്താണ് രണ്ട് സ്ഥലത്തെയും മെറിറ്റ് എന്നും എന്താണ് രണ്ട് സ്ഥലത്തെയും ഡീമെറിറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. ദെൻ വി മസ്റ്റ് അനലൈസ് ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് എന്ത് കണ്ട് പഠിക്കണമെന്നാണ് UPSC ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് എന്ത് വേണം, മറ്റു പല രാജ്യങ്ങളുടെ ഭരണഘടനയായിട്ടൊരു കമ്പാരിസൺ നമുക്ക് ആവശ്യമാണ്. ഫോർ ദിസ് പേർപ്പസ് വി മസ്റ്റ് കമ്പയർ. നമ്മൾ എല്ലാ ഭരണഘടനയും പഠിക്കാൻ പോകുന്നില്ല, ചില പ്രൊവിഷൻസ് മാത്രം ചില ഇമ്പോർട്ടൻ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് മാത്രം എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ, പഠിക്കാൻ പോകുന്നുള്ളൂ. ഫൈൻ. കണ്ടിന്യൂയിങ്, പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. നമ്മുടെ നിയമനിർമ്മാണ സഭകളായ പാർലമെൻ്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഫങ്ഷൻ എന്താണെന്നും അവർ ബിസിനസ് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുവെന്നും അധികാരം എന്തൊക്കെയാണെന്നും നമ്മൾ പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എന്താണ് നമ്മുടെ ലോക്സഭ, രാജ്യസഭ, അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മെമ്പേഴ്സ് എങ്ങനെ ഇലക്റ്റായി വരുന്നു, രാജ്യസഭയിലേക്ക് മെമ്പേഴ്സ് എങ്ങനെ ഇലക്റ്റായി വരുന്നു, ലോക്സഭയുടെ കോമ്പോസിഷൻ എന്താണ്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, രാജ്യസഭയുടെ കോമ്പോസിഷൻ എന്താണ്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ ഡ്യൂട്ടി എന്താണ്, അവർക്ക് ഏതൊക്കെ കാര്യങ്ങൾ ലോ മേക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ലോക്സഭയ്ക്കകത്ത് നമ്മൾ സ്പീക്കറിനെ എങ്ങനെ ഇലക്ട് ചെയ്യുന്നു, ഡെപ്യൂട്ടി സ്പീക്കറിനെ എങ്ങനെ നമ്മൾ ഇലക്ട് ചെയ്യുന്നു, രാജ്യസഭയ്ക്കകത്താണെങ്കിൽ ആരാണ് ചെയർമാൻ ഓഫ് രാജ്യസഭ, അല്ലെങ്കിൽ ആരാണ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇങ്ങനെ പല പല ഒഫീഷ്യൽസിനെ കുറിച്ചും, അതുപോലെ തന്നെ പാർലമെൻറ്റിനകത്ത് ഒരു ബില്ല് എങ്ങനെയാണ് പാസ്സാകുന്നതെന്നും ഒരു ബില്ല് എങ്ങനെ നിയമമായി മാറുന്നു എന്ന് നമ്മൾ വ്യക്തമായിട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബജറ്റ് എങ്ങനെയാണ് പാസ്സാകുന്നതെന്നും MP-മാരുടെയൊക്കെ അധികാരം എന്തൊക്കെയാണ് വ്യക്തമായിട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. സെയിം വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആസ് വെൽ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലും നമ്മൾ പാർലമെൻറ്റോട്ട് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ MLA-മാരുടെ അധികാരം എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്ട്രക്ചർ, ഓർഗനൈസേഷൻ, ഫങ്ഷനിങ് ഓഫ് ദി എക്സിക്യൂട്ടീവ്സ്, സർക്കാർ സംവിധാനം, ജുഡീഷ്യൽ സംവിധാനം, മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്, പ്രഷർ ഗ്രൂപ്പ്സ്, ഫോർമൽ ഇൻഫോർമൽ അസോസിയേഷൻസ് ആൻഡ് ദ റോൾ ഇൻ അവർ പൊളിറ്റി. പല പല സംഘടനകളും അവരുമായി ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം എന്നാണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. Salient features of Representation of People's Act. I think you might have learned this act or you might have heard this act. What? Because this is regarding our elections. ഇപ്പോൾ റീസെൻ്റ്ലി ഫ്യൂ മന്ത്സ് ബാക്ക് നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി, നമ്മൾ ഇലക്ഷൻസ് കണ്ടക്ട് ഉണ്ടായി അല്ലേ, എങ്ങോട്ടേക്ക്, ലോക്സഭയിലേക്ക്. ഇങ്ങനെ ഇലക്ഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണ്. ഇൻ ഷോർട്ട് വി കോൾ ഇറ്റ് ആസ് RPA. സോ എന്താണ് RPA എന്നും അതിൻ്റെ പ്രൊവിഷൻസും വ്യക്തമായിട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോയിൻമെൻറ്റ്സ് ടു വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്, പവേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എന്താണ് അപ്പോയിൻമെൻറ്റ്സ് ടു വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്? നമ്മുടെ ഭരണഘടന മുന്നോട്ട് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പല പല ഒഫീഷ്യൽസ് ഉണ്ട് അല്ലേ? ആരൊക്കെ? ഫോർ എക്സാമ്പിൾ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ, PM ആയിക്കോട്ടെ, CM ആയിക്കോട്ടെ, സുപ്രീം കോടതി ജഡ്ജ് ആയിക്കോട്ടെ, ഹൈക്കോടതി ജഡ്ജ് ആയിക്കോട്ടെ, ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിക്കോട്ടെ. പിന്നെ വി ആർ ഹാവിങ് n നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒഫീഷ്യൽസ് അല്ലേ? സോ അവരൊക്കെ എങ്ങനെ ആ സ്ഥാനത്തേക്ക് വരുന്നു? അതിൻ്റെ അർത്ഥം ഇലക്ഷൻ വഴിയാണോ, അപ്പോയിൻമെൻ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ അവരുടെ യോഗ്യത എന്താണ്, അവരുടെ ഡ്യൂട്ടി എന്താണ്, അവരെങ്ങനെ പുറത്താക്കാം, അവർക്ക് എങ്ങനെ രാജിവെക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഫൈനലി, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി ആൻഡ് വേരിയസ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി മീൻസ്? വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ സ്റ്റാറ്റ്യൂട്ട്? നത്തിങ് ബട്ട് എ ലോ ഓർ എ നിയമം
അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? മീൻസ് നിയമം വഴി സ്ഥാപിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഓർഗനൈസേഷൻ. വി കോൾ ഇറ്റ് ആസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ എന്താണ്? ഒരു നിയമം വഴി വന്ന ഒരു സ്ഥാപനമാണ്. വി കോൾ ഇറ്റ് ആസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതുപോലെ തന്നെ മറ്റ് റെഗുലേറ്ററി ബോഡീസ് ആയിക്കോട്ടെ, വേരിയസ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആയിക്കോട്ടെ, ഇങ്ങനെ പല ബോഡീസും നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? സിലബസിൽ വ്യക്തമായിട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ദിസ് ഈസ് ഓവറോൾ അബൌട്ട് അവർ ഇന്ത്യൻ പോളിറ്റി സിലബസ്. പിന്നെ സിലബസിന് പുറമെ, അതായത് നമ്മൾ സ്റ്റാറ്റിക് പോർഷന് പുറമെ വേറെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ സിലബസിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലായിരുന്നു, ഇതിനൊക്കെ സിലബസ് വ്യക്തമായി പറഞ്ഞില്ലായിരുന്നു. നമ്മൾ സ്റ്റാറ്റിക് പോർഷനിൽ പഠിക്കുന്നതായിരിക്കും. സോ ഇതിന് പുറമെ വി മസ്റ്റ് അപ്ഡേറ്റ് ലോട്ട് ഓഫ് കണ്ടൻസ്. കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ UPSC പലപ്പോഴും പാർലമെൻറ്റ് പാസ്സാക്കുന്ന ആക്റ്റുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സി ആസ് പെർ റീസെൻറ്റ് അമെൻമെൻറ്റ്സ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഓഫ് 1927, or see as per the Scheduled Tribes and Other Traditional Forest Dwellers Recognition of Forest Rights Act 2006. മനസ്സിലായോ? സോ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിലും പാർലമെൻറ്റ് പാസ്സാക്കുന്ന സുപ്രധാനപരമായ ആക്റ്റുകളെക്കുറിച്ച് ഓർ നിയമങ്ങളെക്കുറിച്ച് UPSC എന്ത് ചോദിക്കാറുണ്ട്? എക്സാമിന് ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. സോ ഐ വിൽ ഗിവ് വൺ മോർ എക്സാമ്പിൾ. സി വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെൻറ്റ് ആക്ട്. സോ ഒരു ആക്ടിനകത്ത് പാർലമെൻറ്റ് ഭേദഗതി വരുത്തുകയും തൊട്ടടുത്ത വർഷം UPSC എന്താക്കി മാറ്റുകയും ചെയ്തു? അതിനൊരു UPSC ചോദ്യമായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി വരുന്ന വർഷങ്ങളിൽ പാർലമെൻറ്റ് പാസ്സാക്കാൻ പോകുന്ന സുപ്രധാനപരമായ ആക്റ്റുകൾ എന്തൊക്കെയാണെന്നും ഓർ ഏതെങ്കിലും ആക്ടിനകത്ത് ഒരു പുതിയ ഭേദഗതി കൊണ്ടുവരികയാണെങ്കിലും എന്താണ് ആ പ്രൊവിഷൻ എന്ന് വ്യക്തമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. പറയാൻ കാരണം ഇത് പ്രിലിംസിന് മാത്രമല്ല ചോദിക്കുന്നത്, മെയിൻസും UPSC എന്ത് ചെയ്യാറുണ്ട്? ആക്ട്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചോദിക്കാറുണ്ട്. സി ദി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 101st Amendment Act 2016. ഒരു നമ്മുടെ ഭരണഘടന ഒരു ഭേദഗതി ചെയ്യുകയുണ്ടായി. സോ ആ ഭേദഗതിയെക്കുറിച്ചാണ് UPSC എന്ത് ചെയ്തിരിക്കുന്നത്? ചോദ്യം വന്നിരിക്കുന്നത്. ഇതൊരു പഴയ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി. ഡിസ്കസ് സെക്ഷൻ 66A ഓഫ് IT Act. വാട്ട് ഈസ് IT Act? നത്തിങ് ബട്ട് അവർ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. സോ അന്ന് പാസ്സാക്കിയ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പ്രൊവിഷൻ ഒരു കോൺട്രോവേഴ്ഷ്യൽ ആയിരുന്നു. 66A എന്ന് പറഞ്ഞ സെക്ഷൻ. അതുമായി ബന്ധപ്പെട്ട് ആരെന്ത് ചോദിക്കുകയുണ്ടായി? UPSC മെയിൻസിന് ചോദ്യം ചോദിക്കുകയുണ്ടായി. സോ സ്റ്റാറ്റിക് പോർഷന് പുറമെ ഇത്തരം പാർലമെൻ്ററി ആക്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് മാത്രം മതിയോ? പോരാ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വി മസ്റ്റ് ഓൾസോ ലേൺ സുപ്രീം കോടതി വേർഡിക്ട്സ്. കാരണം സുപ്രീം കോടതി വിധിയുടെ ഒരു വാലിഡിറ്റി എന്താണ്? ഇന്ത്യയിൽ എല്ലാവരും ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അല്ലേ? ഇറ്റ്സ് ലോ ഈസ് ബൈൻഡിങ് അപ്പോൺ ദി എൻ്റയർ നേഷൻ. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധിയും UPSCക്ക് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി വൺ ക്വസ്റ്റ്യൻ, വെദർ ദി സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്, പഴയ ചോദ്യമാണ്, ക്യാൻ സെറ്റിൽ ദി പൊളിറ്റിക്കൽ ടസിൽ ബിറ്റ്വീൻ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആൻഡ് ഇലക്റ്റഡ് ഗവൺമെൻറ് ഓഫ് ഡൽഹി. സി ഡൽഹിയിൽ എന്തുണ്ട്? ഡൽഹി സ്റ്റേറ്റ് അല്ല എങ്കിൽ പോലും അവിടെ എന്തുണ്ട്? ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ട്, അല്ലേ? അവിടെ ലെഫ്റ്റനൻറ്റ് ഗവർണറും ഉണ്ട്. അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? കേന്ദ്രമാണ്. സോ പലപ്പോഴും ഇലക്റ്റഡ് ഗവൺമെൻറ്റായ മുഖ്യമന്ത്രിയും ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്തുണ്ടാവാറുണ്ട്? ഇഷ്യൂ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്താണ് കാര്യം? ഇത് അതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് ആര് വിധി കൊണ്ടുവരികയുണ്ടായി? സുപ്രീം കോടതി വിധി കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആ ഇഷ്യൂവിലേക്ക് നയിച്ച ഭരണഘടനാ പ്രൊവിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ആര് എന്ത് ചെയ്തുകൊണ്ടോ എന്ത് ചെയ്യാത്തതോ കൊണ്ടാണ് ഇഷ്യൂവിലേക്ക് പോയെന്ന് മനസ്സിലാക്കണം. അത് ഇഷ്യൂ ആയപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് എന്ത് വിധി കൊണ്ടുവന്നെന്ന് മനസ്സിലാക്കണം. ആ വിധി നടപ്പിലാക്കുകയാണെങ്കിൽ ഭാവിയിൽ അങ്ങോട്ട് എന്തായിരിക്കുമെന്ന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒബ്സർവേഷൻ നമുക്കുണ്ടായിരിക്കണം. ദിസ് ഈസ് വാട്ട് UPSC ഡിമാൻഡിങ് ഇൻ ആൻ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. സോ തിങ് ഈസ് ദാറ്റ് അപ്പാർട്ട് ഫ്രം സ്റ്റാറ്റിക് പോർഷൻസ് you must also learn parliamentary laws and its features, also some of the important or the most relevant Supreme Court verdicts as well. ഇതൊക്കെ എന്താണ്? കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ അർത്ഥം പ്ലീസ് അപ്ഡേറ്റ് വിത്ത് ദി കറണ്ട് അഫെയർസ് പോർഷൻ. വൈ? കറണ്ട് അഫെയർസിൻ്റെ പ്രാധാന്യം എന്താണ്? UPSC കറണ്ട് അഫെയർസിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്? ഡയറക്റ്റ്ലി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സി ഫോർ എക്സാമ്പിൾ, സി ദി ക്വസ്റ്റ്യൻ, in the light of recent controversy regarding electronic voting machine. ഒരു ചില വർഷങ്ങളിനകത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിക്കാറുണ്ട്? ഒരു കോൺട്രോവേഴ്സി നടന്നിരുന്നു.
അടുത്ത വർഷം അത് ചോദ്യമായിട്ട് മാറി. ദിസ് ഈസ് എ റീസെൻറ്റ് ഇഷ്യൂ. ഓർ സി, ചോദ്യം മൊത്തം വായിക്കുന്നില്ല. ദി കൺസെപ്റ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഹാസ് ബീൻ ഇൻക്രീസിംഗ്ലി എംഫസൈസ്ഡ് ഇൻ ദി റീസെൻറ്റ് ഇയേഴ്സ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. സോ നമുക്ക് സ്റ്റാറ്റിക് പോർഷന് പുറമെ നമ്മൾ എന്തും ചെയ്യേണ്ടിയിരിക്കുന്നു? കറണ്ട് അഫയേഴ്സും അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ? ന്യൂസ് പേപ്പർ വായനയിലൂടെ ആകാം, പല പല മാഗസിൻസ് വായിക്കുന്നതിലൂടെ ആകാം. ദ തിങ് ഈസ് ദാറ്റ് ഇന്ത്യൻ പൊളിറ്റി ആയിക്കോട്ടെ, നമ്മുടെ മറ്റു പല UPSC പേപ്പേഴ്സ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ഇല്ലാതെ നമുക്ക് എന്ത് സാധ്യമല്ല? മുന്നോട്ട് പോകുവാൻ സാധ്യമേ അല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർത്ത് വെച്ചിരിക്കുക. ബിക്കോസ് UPSC directly ask questions from current affairs portion. Clear? I hope everything is clear. തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. ലെറ്റ്സ് കണ്ടിന്യൂ ഇൻ ദി കമ്മിങ് ക്ലാസ്സസ്. Okay then, bye.